ഉണ്ടാക്കി തരട്ടെ മേമ്മ? അസിമോളെ മുള്ളിയോടെ ഉണ്ടാക്കി തരട്ടെ? കഴിക്കോ അമ്മ? ഉള്ളിവട ഉണ്ടാക്കി തരട്ടെ? ഏണാ കഴിക്കോ? ആന്ന് പറയും, ഉണ്ടാക്കി തരാട്ടെ. പുറത്താണെങ്കിൽ നല്ല മഴ, പിള്ളേരതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാണ്ട് അകത്തന്നെ നല്ല കുട്ടികളായിട്ടിരുന്ന് കളിക്കണുണ്ടപ്പോൾ തോന്നി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുത്താലോ എന്ന്. അപ്പോൾ സവാള വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടാ. മൂത്താളോട് ചോദിച്ചപ്പോൾ ഉണ്ടാക്കിക്കോ, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ചെറിയ ആളോട് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. പിള്ളേരൊക്കെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനെടുത്ത് ഓരോന്നോരോന്നായിട്ട് അരിഞ്ഞു. സവാളയും ഒരു 4-5 സവാളയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ കടലമാവും മൈദമാവും മാത്രം മതിയിട്ട്, ഉപ്പും മുളക് പൊടിയും പെരുംജീരകം ഉണ്ടെങ്കിൽ അതിടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ആയാലും മതിയിട്ട്. അപ്പോൾ അതിന് വേണ്ട ഓരോരോ സാധനങ്ങളായിട്ട് അരിഞ്ഞു. അപ്പോൾ ഞാനൊരു 4-5 സവാള എടുത്തു കേട്ടോ, വലുതല്ല, ഒരു മീഡിയം സൈസിലെടുത്തു. അതരിഞ്ഞിട്ട് ആദ്യം തന്നെ അതൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് കല്ലുപ്പോ പൊടിയുപ്പോ ഏതുപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി തിരുമ്മിയിട്ട് ഈ സവാളയുടെ ആ വെള്ളമില്ലേ അതങ്ങോട്ട് ഊറ്റിക്കളയും. അപ്പോൾ ആ സവാളയുടെ എരിവൊക്കെ കുറച്ചൊന്ന് പോയി കിട്ടും. എന്നിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടണം കേട്ടോ, കാരണം നമ്മൾ സവാളയിൽ ഉപ്പിട്ടിട്ട് തിരുമ്മിയെടുത്ത കാരണം കൊണ്ട് ഓൾറെഡി അതിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ഈ ഇട്ട കടലമാവിനും മൈദയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പെരുംജീരകപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. എനിക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഇട്ട്. നമ്മുടെ സ്വന്തം വേപ്പില പൊട്ടിച്ചിടാം. വേപ്പില പൊട്ടിക്കാം കേട്ടോ. മഴയൊക്കെ പെയ്ത് നല്ല വൃത്തിയിട്ട് നിൽക്കുന്ന വേപ്പില, കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലുണ്ടായ നമ്മുടെ സ്വന്തം വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോന്ന് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ടെടുക്കാം. ഹാർട്ട് ഷേപ്പോ സ്ക്വയറോ സർക്കിളോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയിട്ടെടുക്കാം കേട്ടോ. എടുക്കുമ്പോൾ നടുഭാഗം അധികം കട്ടിയില്ലാണ്ട് നോക്കുക, അപ്പോൾ ഇതിൻ്റെ ഉള്ളു വേവാതെ ആയിപ്പോവും. പിന്നെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ നോക്കണേ. ആദ്യം തന്നെ മീഡിയം ഫ്ലെയിമിലിടുക. ഒന്ന് കുക്കായി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ സവാള കരിയും, വേവില്ല. അങ്ങനെ കേട്ടോ. പഞ്ഞേ എന്തുണ്ടാക്കാൻ പോണത് നമ്മൾ? പാപ്പു ഉള്ളിവട പാപ്പ പാപ്പു. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും എൻ്റെ ചെറിയ ആൾ വന്നിട്ട് അത് വെയിറ്റിങ്ങിലാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ, അത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സവാള വട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സി യു.